ഇന്ന് ഫുള്ള് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. രാവിലെ നമുക്ക് കൊല്ലം വരെ ഒന്ന് പോകണമായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ പൊറോട്ടയും ബീഫ് ഫ്രൈ ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് അറ്റ്ലസിലോട്ടാണ്. കൊല്ലം അറ്റ്ലസിലോട്ട് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 7-ാം മാസം വിളിച്ചുകൊണ്ട് പോക്കിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വലിയ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോയതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച കണക്കൊരു ഡ്രസ്സ് എനിക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിചാരിച്ചൊരു ജ്യൂസ് കുടിക്കാമെന്ന്. ഞങ്ങളുടെ കൂടെ അഭിജിത്തും ഉണ്ടായിരുന്നു, അഭിഷേകിൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വൻ കോമഡി നടന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിജിത്ത് ഇരിക്കാൻ നേരത്ത് കസേര അങ്ങ് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വന്ന് തറയിൽ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അഭിജിത്തിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ്. ഞങ്ങൾ കിടന്ന് ചിരിക്കുമായിരുന്നു ഈ വീണ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആശാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ. പിന്നെ കവർ വേണമെങ്കിൽ 10 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കവർ മേടിക്കാണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് സാധനം തൂക്കിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഷോറൂമിൽ, സ്കൂട്ടി ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ സർവീസിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അഭിജിത്ത് അവിടെ അത് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, എനിക്ക് സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചട്ടിച്ചോറ് ഇങ്ങനെ ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ ബീഫ് ചട്ടിച്ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പുനലൂർ സ്കാൻ ചെയ്യാൻ വേണ്ടി എനിക്ക് പോകണമായിരുന്നു. അങ്ങനെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ രാധാസിലും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് അഞ്ചൽ വന്നിട്ടൊന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണമായിരുന്നു. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.